ജയ്പൂർ കോട്ടൻ്റെ ഐറ്റം എപ്പോൾ കൊണ്ടുവന്നാലും നമുക്ക് ഫേവറേറ്റ് അല്ലേ? എന്താ അതിൻ്റെ ഒരു എന്താ പറയുക, ഇടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതിട്ട് ശീലമുള്ളവർക്കേ മനസ്സിലാവും അല്ലേ? എന്നെപ്പോലുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജയ്പൂർ കോട്ടൺ എന്ന് പറയുന്ന ഈ ഒരു കോട്ടൻ്റെ ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടെ പറയാം, ഈദൊക്കെ വരുവാണ്, നേരത്തെ കൂട്ടി പോരാട്ടെ എല്ലാവരും. കാരണം എല്ലാവരും കൂടെ എനിക്കറിയാം ലാസ്റ്റ് വന്ന് ഒത്തിരി ഇടിയായി പോകും, നിങ്ങൾക്ക് തിരഞ്ഞു പിടിച്ചെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം നേരത്തെ എത്താൻ ശ്രമിക്കുക. അത്യാവശ്യം ഇപ്പോഴാകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മോഡൽസ് എല്ലാം കയറിയിട്ടുണ്ട്. അടിപൊളി ഐറ്റം. കോട്ടൺ വേണോ, ജോർജറ്റ് വേണോ, എന്താ നിങ്ങൾക്ക് വേണ്ട, വെസ്റ്റേൺ വേണോ, ഇനി പാർട്ടി വെയർ വേണോ, എല്ലാ ഐറ്റംസും നമ്മൾ സുറുമയിൽ ഒരുക്കിയിട്ടുണ്ട്, ജെൻസിൻ്റെ ഉൾപ്പെടെ. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടി ഇനി കൂട്ടിക്കൊണ്ടുപോരാ കേട്ടോ. ഇനി നിങ്ങളായിട്ട് സർപ്രൈസ് ആയിട്ട് ഹസ്ബൻഡിനൊക്കെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ അതിനൊക്കെ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ജെൻസിൻ്റെ ഐറ്റംസ് നമ്മൾ വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകാം. നമ്മുടെ ഫ്ലോറിൽ നിന്ന് ചെരുപ്പായാലും ഫാൻസി ആയാലും എല്ലാ ഐറ്റംസും നമ്മൾ കയറ്റി തുടങ്ങി കഴിഞ്ഞു. ഈദിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇപ്പോഴേ ഈദിൻ്റെ റഷ് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ട്. എങ്കിലും ഞാൻ പറയാം, ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ, എല്ലാ സമയത്തും നമ്മൾ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് വീഡിയോ ഉണ്ടല്ലോ, അതിന് പകരം നിങ്ങൾ നേരത്തെ വന്ന് നിങ്ങൾക്ക് സമാധാനത്തെ എടുത്തുകൊണ്ട് പോകാം. ഇനി ഈദിന് നിങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ തന്നെ ഉണ്ട്. നോമ്പ് തുറക്കണമെങ്കിൽ അവിടെ വന്ന് നമുക്ക് നോമ്പും തുറക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു 10 മണി വരെയൊക്കെ, രാത്രി 10 മണി വരെയൊക്കെ നമ്മുടെ ഷോപ്പ് ഓപ്പണും ആയിരിക്കും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിന്നെടുത്ത് പോകാൻ പറ്റും. അതിനൊക്കെ നമ്മൾ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പോരാൻ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും വരിക. ഈദിന് നമുക്ക് സുറുമയോടൊപ്പം അടിച്ച് പൊളിക്കണം. നല്ല ഐറ്റംസ് എൻ്റെ ലേഡീസിന് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കളക്ഷൻസും മാക്സിമം ഞാൻ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും കുറവുകളൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. അടുത്ത ഫ്ലോർ മാനേജർമാരെടുത്തോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മെയിൻ സ്റ്റാഫുമാർക്കൊക്കെ പറയാമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോഡൗണിലായാലും നമുക്ക് പോയി അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു തരും. പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കണം, ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കോട്ടൺ പീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യുക, അതല്ലെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നേരത്തെ വന്നാൽ കിട്ടും കേട്ടോ. ഒത്തിരി താമസിച്ച് ഇത് അന്വേഷിച്ച് നമ്മുടെ ഷോപ്പിൽ വന്നാൽ ചിലപ്പോൾ തീർന്നു പോകും. അറിയാമല്ലോ നിങ്ങൾക്ക്, നല്ല ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ ഇത് വാഷിങ് നിങ്ങൾ കെയർ ചെയ്യണം. പ്യുവർ കോട്ടൺ, നല്ല പ്യുവർ ഇതുണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ ഒന്ന് ഒതുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ കോട്ടൻ്റെ പ്രത്യേകത. ഇതുണ്ടോ, പ്യുവർ കോട്ടൺ ആണ്. ഇത് കണ്ടോ, നെക്കിൽ ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു ചെറിയൊരു ഞുറുണ്ട്, പക്ഷേ അത് ഭയങ്കര ലുക്കായി. ഇവിടുത്തെ ബഡ്ജിങ് ഉണ്ടല്ലോ, അത് കവറാവാൻ കാരണമാവും ഈ ഒരു ചെറിയ ഞുറു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. ഫസ്റ്റ് വൺ ഈ കളറാണ്, സെക്കൻഡ് കളറാണ്. അടുത്തത് കണ്ടോ, അടുത്തത് ഒരു ടെയിൽ ബ്ലൂ ആണ്. ഇങ്ങനെയാണ് മോഡൽ, വിത്ത് ബോട്ടം. നല്ല കട്ടിങ്സ് ആട്ടോ, സ്മാള് മീഡിയം തൊട്ടിട്ട് XXL 4XL വരെ നമുക്ക് വരും. XXL 4XL കാണാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. നിങ്ങൾ സൈറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ ഈ കളറാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നല്ല ദുപ്പട്ടതാ. ഇതിൻ്റെ ഞാനൊരു തവണ വേറെ ടൈപ്പിലൊക്കെ കൊണ്ടുവന്ന് എടുത്തിട്ട് എന്നോട് ഡയറക്റ്റ് എന്നൊരു കസ്റ്റമർ എന്നോട് റിവ്യൂ പറഞ്ഞു, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു മാം, ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭയങ്കര കംഫർട്ടബിൾ ആണെന്നൊക്കെ പറഞ്ഞു. ഒത്തിരി സന്തോഷം. ഇത് എടുത്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് സ്റ്റിഫ് ആൻഡ് ഷൈൻ മുക്കിക്കും. അതായത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റിഫ് ആൻഡ് ഷൈൻ ഒക്കെ മുക്കാമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇതായിട്ട് കിട്ടും. ഇങ്ങനെയാണ് മോഡൽ. 1280 നല്ല പ്രിൻ്റാണ്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ വാഷിങ് നിങ്ങൾ കെയർ ചെയ്യണേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചുമ്മാതിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയല്ലേ. നിങ്ങളൊരു ഏത് ഡ്രസ്സായാലും നമ്മൾ കെയർ ചെയ്ത് ഉപയോഗിക്കണേ. പ്രത്യേകിച്ച് കോട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് കോട്ടൺ ആയാലും ഞാൻ പറയുമല്ലോ, ജോർജറ്റ് ആണെങ്കിൽ നമുക്ക് ഫുൾ ഗ്യാരൻറ്റിയോടെ പറയാൻ പറ്റും. കോട്ടൻ്റെ ഇതല്ല, ഇവിടുന്നല്ല, വേറെ എവിടെ നിന്ന് എടുത്താലും നിങ്ങൾ കെയർ ചെയ്താൽ അതുപോലെ ഇരിക്കും. ചുമ്മാ ഒന്ന് വെള്ളം മുക്കി ഇങ്ങനെ കിട്ടുക. നമുക്ക് എപ്പോഴും അഴുക്കൊക്കെ വരും. അഴുക്കൊക്കെ ഉണ്ടോ നമ്മുടെ ഡ്രസ്സിലൊക്കെ? നമ്മൾ അങ്ങ് ജോലിക്ക് അങ്ങനെയുള്ള രീതി നമ്മൾ പോകുന്നില്ലല്ലോ ഇതൊക്കെ ഇട്ടുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നെങ്കിൽ നമ്മുടെ വിയർപ്പ് തങ്ങുന്നിടം ഒന്ന് വാഷ് ചെയ്യുക നല്ലോണം, ബാക്കി ഒന്ന് മുക്കി എടുത്തിട്ടാൽ മതി, നല്ലതായിട്ടിരിക്കും. അടുത്തത് കാണാം. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു തരും, നിങ്ങൾക്ക് ഇതായിട്ട് തോന്നുന്നുണ്ടോ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ? കാരണം എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് നശിച്ച് പോവരുതേ എന്ന് ആഗ്രഹിച്ച ഓരോന്നും തരുന്നത്. അപ്പോൾ എന്തെങ്കിലും വന്ന് പോയാലോ എന്നുള്ള ടെൻഷൻ കൊണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. നമുക്ക് സ്വർണ്ണമൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ഗ്യാരൻറ്റിയിലേക്ക് അങ്ങനെ പറയാമല്ലോ. അത് മെറ്റീരിയൽ തുണിയെന്നൊക്കെ പറയുന്നത് നമുക്ക് ഒന്ന് ഭയങ്കരമായിട്ടൊക്കെ വലിച്ചു കീറിപ്പോകുന്ന സാധനങ്ങളല്ലേ. അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇത് കണ്ടോ, ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. സ്മാളൊക്കെ ഉണ്ട് കേട്ടോ, സ്മാളും മീഡിയം എല്ലാവർക്കും ഇത് പറ്റും. ഇതൊരു ഡാർക്ക് ടീൽ ബ്ലൂ, നല്ല രാമാഗ്രീൻ എന്ന് പറയാം. ടീൽ ബ്ലൂ അല്ല, സോറി, രാമാഗ്രീനാണ്. പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടത്തിന് നല്ല കട്ടിങ്സ് ആണ്. ഇതുണ്ടോ, ഈ കട്ടിങ്സ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് ഡാട്ടെന്ന് പറയും, ഞങ്ങൾ പറയുന്നത്, നമ്മൾ ഡാട്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് പാൻറ്റിൽ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് ബോട്ടം. അപ്പോൾ ഇത്രയും നല്ലൊരു ഐറ്റം മിസ്സാക്കരുത്, സൂപ്പർ ഐറ്റമാണ്. അപ്പം ഇതിന് നിങ്ങൾക്ക് കോട്ടൺ ഐറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്തോ. അല്ലാതെ തന്നെ നിങ്ങൾക്ക് യാത്രയൊക്കെ പോകാൻ സുഖമായിട്ടുള്ളൊരു ഐറ്റം. ആരും മിസ്സാക്കാൻ നിൽക്കേണ്ട, പെട്ടെന്ന് സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്താൽ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.